പാർട്ടിക്കാർ പല അബദ്ധ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. കാൽക്കട്ട തീസീസ് അടക്കം ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പാകിസ്ഥാനെ പിന്തുണച്ച് അതുപോലത്തെ ഒരു തീരുമാനമുണ്ട്. പക്ഷേ ഈ തീരുമാനമൊക്കെ എടുക്കുമ്പോൾ പാർട്ടിക്കകത്ത് ഒരുപാട് പേർക്ക് അറിയാം ഇത് അബദ്ധമാണ്, മണ്ടത്തരമാണ്, ഇതെടുത്ത പാർട്ടിയുടെ നിലനിൽപ്പുള്ളതിലാവും എന്ന്. പക്ഷേ തീരുമാനം എടുത്ത് കഴിഞ്ഞു. എടുത്താൽ പിന്നെ എടുത്തതാണ് പാർട്ടി. അച്യുതാനന്ദൻ്റെ പ്രസംഗിടെ ഞാൻ എൻ്റെ ചെവിയോട് കേട്ടിട്ടുണ്ട്. പാർട്ടി പകലെന്നു പറഞ്ഞാൽ പകൽ, അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി തന്നെ. അച്യുതാനന്ദനടക്കമുള്ള ആൾക്കാർ പ്രസംഗിച്ചിരുന്നത് ഇതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ പാർട്ടി പകലെന്ന് പറഞ്ഞാൽ പകൽ എന്നാണ്, അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി. പക്ഷേ അങ്ങനെയുള്ള പാർട്ടിയെ കൊണ്ട് ഈ തീരുമാനം മാറ്റിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ലോ ഒരിക്കലും. അതെ. വേറൊന്ന്, അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നതിന് വേണ്ടി ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം കരുതിയിരുന്നത് ശരിയല്ല എന്ന് തോന്നിയാൽ ആ നിലപാടിൽ നിന്നും പിന്നിലേക്ക് പോകാനും അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം 2006 വരെ, എനിക്കൊന്ന് 2001 മുതൽ 2006 വരെ ജലവിഭവ മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു ഓർമ്മ പങ്കുവയ്ക്കുന്നത് കണ്ടായിരുന്നു. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയ്ക്കകത്ത് വളരെ ശക്തമായ പോരാട്ടം അദ്ദേഹം നടത്തുകയും തിരുവഞ്ചൂർ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് മുല്ലപ്പെരിയാറിൽ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ വിലയിരുത്താമെന്ന് പറയുകയും അവർ അവിടെ പോയി പരിശോധിച്ചപ്പോൾ VSന് താൻ പറഞ്ഞ കാര്യം ശരിയല്ല എന്ന് ബോധ്യപ്പെടുകയും ആ നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത് പത്രക്കാരോട് അദ്ദേഹം നേരിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ താൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തെറ്റ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നിലേക്ക് പോകാനും അദ്ദേഹം തയ്യാറായിരുന്നു എന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ അത് ഒരു നല്ല പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും നല്ല വലിയ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. തെറ്റ് പറ്റാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്നവർ ഈ അവർ എത്തുന്ന തീരുമാനം അല്ലെങ്കിൽ അവരെത്തുന്ന ഒരു ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ്. അവർ ഒന്നുകിൽ ഡെലിബറേറ്റായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ തെറ്റായിട്ട് ധരിച്ചിട്ടായിരിക്കാം. പല രീതിയിൽ സംഭവിക്കാം. അത് മനസ്സിലാക്കുകയും അത് ഒരിക്കൽ തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സംഭവിച്ച അടുത്ത ഘട്ടത്തിലേക്ക് പോകണം, അതല്ലേ ചെയ്യേണ്ടത്. അത് ഈ കോൺഗ്രസ്സുകാർക്കുള്ളൊരു വലിയ ഗുണമാണ്. തെറ്റ് പറ്റി കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് തെറ്റ് പറ്റിയാൽ തെറ്റുപറ്റി, അബദ്ധം പറ്റി, സംഭവിച്ചു, പ്രശ്നം തീർന്നു. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണക്കാരി ഏറ്റവും വലിയ ഉദാഹരണമാണ്. പുള്ളിക്ക് ആകെ നിൽക്കാനറിയാം. ഈ മെയ് വഴക്കമുള്ളതുകൊണ്ട് അബദ്ധം പറ്റി നമ്മളങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയും. പക്ഷേ CPMകാർ പൊതുവേ അങ്ങനെയല്ല, പിടിച്ച പിടിയായിരിക്കും. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിൽ പിടിക്കും. അങ്ങനെയാണ് ഇവർ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്.